RSS നേതാവിന് തൃശൂരിൽ പ്രത്യേക വോട്ടർ ID കാർഡ്. ആലത്തൂർ മണ്ഡലത്തിലെ RSS നേതാവിനും ഭാര്യയ്ക്കുമാണ് തൃശൂരിൽ വേറെ തിരിച്ചറിയൽ കാർഡുള്ളത്. ഭാരതീയ വിചാര കേന്ദ്രം മുൻ ഭാരവാഹി KR ഷാജിക്കാണ് 2 തിരിച്ചറിയൽ കാർഡ്. 2 നമ്പറുകളിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡും വോട്ടും ഉണ്ടാകുന്നത് ഗുരുതര കുറ്റകൃത്യമാകുമ്പോഴാണ് RSS നേതാവിന് 2 ID കാർഡ് കണ്ടെത്തിയത്. മീഡിയ 1 ഇൻവെസ്റ്റിഗേഷൻ. വിവരങ്ങളുമായി സാജിദ് അജ്മലാണ് ചേരുന്നത്. സാജിദ്, ഗുഡ് മോർണിംഗ്. ഗുരുതരമായ ഒരു ക്രമക്കേട്, കുറ്റകൃത്യമായി തന്നെ വേണം ഇതിനെ കാണാൻ. 2 വോട്ടർ ID കാർഡ് കയ്യിൽ വയ്ക്കുക എന്നത് ഇതിൽ ഒന്നപ്പോൾ വ്യാജമായി നിർമ്മിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ദിവ്യ, ഗുരുതരമായ ഒരു നിയമ ലംഘനമാണ് നടന്നിരിക്കുന്നത്. ഇതിൽ ഒരുപക്ഷെ ആളുകൾക്ക് അപൂർവമായി ഇരട്ട വോട്ടൊക്കെ സംഭവിക്കാം, പക്ഷെ അതും ഉണ്ടാകാൻ നിയമപ്രകാരം പാടില്ല. ഇന്നലെ നമ്മൾ സുരേഷ് ഗോപിയുടെ സഹോദരന്റെ വാർത്തയെല്ലാം പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിന് തൃശ്ശൂരും കൊല്ലത്തും വോട്ടുണ്ടായത്. അതിൽ ഈ ഇരട്ട വോട്ട് എന്ന് നിയമവിരുദ്ധമാണെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടി നിയമവിരുദ്ധമാണ് ഈ 2 ID കാർഡ് എന്നുള്ളത്. അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു സ്ഥലത്തേക്ക്, അത് ഇന്ത്യയുടെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും ഈ 6 മാസം സ്ഥിരതാമസമാക്കിയാൽ അതിൻ്റെ കൃത്യമായ രേഖകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വോട്ട് മാറ്റാം. പക്ഷേ അതിൽ ID കാർഡിൻ്റെ നമ്പർ, എപ്പിക് നമ്പർ മാറില്ല. പക്ഷേ ഈ KR ഷാജി എന്ന RSSന്റെ മുൻ നേതാവിന് ഈ 2 ID കാർഡുകളാണ് ഉള്ളത്. അദ്ദേഹം ആലത്തൂർ മണ്ഡലത്തിൽ ആണ് താമസിക്കുന്നത്. അവിടെയുള്ള ID കാർഡ് നമ്പർ GVQ 103-70-92 ആണ്. തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ ID കാർഡിൻ്റെ നമ്പർ IDZ231703 എന്നുള്ളതാണ്. അതായത് 2 എപ്പിക് നമ്പറിൽ 2 ID കാർഡ്, അതായത് ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും 2 ID കാർഡ് ഉണ്ടാവുക എന്നുള്ളത് അസംഭവമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് 2 ID കാർഡ്. ഇതിനി BJPയും RSSും ചേർന്ന് വ്യാജമായി നിർമ്മിച്ചതാണോ അല്ലേ എന്ന് കണ്ടെത്തണം. ഈ KR ഷാജിയുമായി നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തനിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുണ്ട്. താൻ ഈ ആലത്തൂർ മണ്ഡലത്തിലെ വരവൂരിലാണ് താമസിക്കുന്നത്. പക്ഷേ ഈ തൃശ്ശൂരിലും ഇടയ്ക്ക് താമസിക്കാറുണ്ട്. അങ്ങനെയാണ് തൃശ്ശൂരിൽ വോട്ട് ചേർത്തത്. 2 സ്ഥലത്ത് വോട്ടുള്ളത് കൊണ്ട് തന്നെ 2 ID കാർഡ് ഉണ്ടായി എന്നുള്ളതാണ്. അത് അസാധ്യമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കണം എന്നുള്ളതാണ്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തേണ്ടി വരും. ഏറ്റവും അവസാനം കഴിഞ്ഞ മാസം 1-ാം തീയതി ഈ തൃശ്ശൂരിൽ പുതുതായി നിർമ്മിച്ച ID കാർഡ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തൃശ്ശൂരിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഇങ്ങനെ നിർമ്മിച്ചെടുത്ത ഒരു ID കാർഡാണോ ഈ ഷാജിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ ദീപ്തിക്കും മാത്രമാണോ ഇത് ഉള്ളത് എന്നുള്ളതെല്ലാം 2 വോട്ടർ ID വന്നത് ഈ തൃശ്ശൂരിലെ ഈ ലോക്സഭാ ഇലക്ഷൻ ആ ഒരു സമയത്തായിരുന്നോ? തീർച്ചയായും അതിലാണ്, ആ വോട്ടർ പട്ടികയിലാണ് ഇവരുടെ ഈ പുതിയ ID കാർഡിന്റെ, ഈ ഷാജിയുടെ ഭാര്യ ദീപ്തിയുടെയും പേരിൽ പുതിയ ID കാർഡ് ഈ കണ്ടെത്തുന്നത് ഈ വോട്ടർ പട്ടികയിൽ മാത്രമാണ്. പക്ഷെ അവർ അവിടെ വോട്ട് ചെയ്തില്ല, തങ്ങൾ ആലത്തൂരാണ് വോട്ട് ചെയ്തത് എന്നുള്ളതെല്ലാമാണ് അവർ വിശദീകരിക്കുന്നത്. വോട്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളതിന് അപ്പുറം ഈ 2 എപ്പിക് നമ്പറിൽ ഒരു വ്യക്തിക്ക് 2 ID കാർഡ് എന്നുള്ളത് അസാധ്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും 6 മാസത്തിൽ കൂടുതൽ താമസിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വോട്ട് മാറ്റാം. അത് ഒരു സ്ഥലത്ത് മാത്രമേ വോട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. ആ വോട്ട് മാറ്റുമ്പോഴും ആദ്യത്തെ അതേ എപ്പിക് നമ്പറിലാണ്. അത് ഒരുപക്ഷെ വിലാസമെല്ലാം മാറുമായിരിക്കാം, അതിൻ്റെ സ്ഥലപ്പേരെല്ലാം മാറും, പക്ഷെ എപ്പിക് നമ്പർ എന്നുള്ളത് മാറാൻ പാടില്ല. ഒരു വ്യക്തിക്ക് ID കാർഡ് നഷ്ടപ്പെട്ടാലും ഈ ഡ്യൂപ്ലിക്കേറ്റ് ID കാർഡ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമ്പോഴും അതിലും പഴയ എപ്പിക് നമ്പർ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ ഒരാൾക്ക് എപ്പിക് നമ്പർ അറിയില്ലെങ്കിൽ അയാളുടെ വീട്ടിലെ മറ്റാരുടെയെങ്കിലോ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു മുറിയിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയൽവാസികളുടെ എപ്പിക് നമ്പറും മറ്റും നോക്കി ആ പഴയ എപ്പിക് നമ്പർ നൽകുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധാരണയായി ചെയ്യാറുള്ളത്. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുമെല്ലാം സംസാരിക്കുമ്പോൾ ഇത് വ്യാജമായി നിർമ്മിച്ചതാണോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കാരണം അങ്ങനെ അസാധാരണമായി ഒരു വ്യക്തിക്ക് ഒരു ID കാർഡ് ഉണ്ടായിരിക്കുക, മറ്റൊരു എപ്പിക് നമ്പറിൽ ഒരു ID കാർഡ് എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്തതാണ് എന്നുള്ളതാണ്.
കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ചില കാര്യങ്ങളാണ് തൃശ്ശൂരിൽ സംഭവിച്ചിരിക്കുന്നത്. അത് ഈ ID കാർഡിന്റെ കാര്യത്തിലും അങ്ങനെ ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഈ RSS നേതാവുമായി സംസാരിച്ചപ്പോൾ പറയുന്നത് ഇതൊരു ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നാണോ? ആ രീതിയിൽ വിശ്വസിക്കാൻ പോലും വഴിയില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതികരണമാണോ അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്? ദിവ്യ, ആ സംഭാഷണം പ്ലേ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. 2 സ്ഥലത്ത് വോട്ടുണ്ടായിരുന്നു, പക്ഷേ താൻ ആലത്തൂരിലാണ് വോട്ട് ചെയ്തത്. 2 ID കാർഡിനായി താൻ അപേക്ഷ നൽകിയിട്ടില്ല, നീക്കം ചെയ്യാനും അപേക്ഷ നൽകിയിട്ടില്ല. ഈ ഒരാൾക്ക് 2 സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ 2 ID കാർഡ് ഉണ്ടാകുമെന്നാണ് താൻ ധരിച്ചത്. നിങ്ങളുമായി സംസാരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു എപ്പിക് നമ്പറിൽ മാത്രമാണ് ഒരാൾക്ക് വോട്ടുണ്ടാവുക എന്ന് അറിയുക. എങ്ങനെ 2 വോട്ടർ ID കാർഡ് വന്നു? അതിന്റെ ഉത്തരം പറയേണ്ടത് അത് ഈ RSS നേതാവ് തന്നെയാണ്.